Hello everyone, welcome to Services Management. Today's topic, Universal Banking. Universal Banking is one-stop shop and is a combination of commercial banking and investment banking. It seeks to provide the entire range of financial products under one roof and reflects the global convergence between commercial banks, investment banking, and insurance companies. The convergence is an attempt by banks to fulfill the lifelong needs of the customer by following the cradle to grave concept. So, universal banking is just like a one-stop shop. That is, all type of financial services and products are available under one roof. ആ ഒരു കോൺസെപ്റ്റിനാണ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നമുക്ക് ലഭിക്കുന്നതും മറ്റുള്ള സർവീസസ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സർവീസസ്, കൂടാതെ ഇൻഷുറൻസ് പ്രോഡക്ട്സ് സെല് ചെയ്യുന്ന സർവീസും, ഈ തരത്തിൽ എല്ലാത്തരം ഫിനാൻഷ്യൽ പ്രോഡക്ട്സും ലഭിക്കുന്ന ഒരു തരം ബാങ്കിങ് പ്രോസസ്സിനെയാണ് യൂണിവേഴ്സൽ ബാങ്കിങ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ബാങ്കിങ് കവേഴ്സ് ഫോർമൽ ബാങ്കിങ് ഓഫ് റെസീപ്റ്റ്സ് ഓഫ് ഡിപ്പോസിറ്റ്സ്, അഡ്വാൻസസ്, ദാറ്റ് മീൻസ് ലോൺസ്, ദെൻ മെർച്ചൻ്റ് ബാങ്കിങ്, അണ്ടർറൈറ്റിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് ട്രേഡിംഗ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്, advisory services on mergers and acquisitions by corporate sector and so on. So ട്രഡീഷണൽ ബാങ്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെയും കോമ്പിനേഷൻ ആകുന്നു യൂണിവേഴ്സൽ ബാങ്കിങ്. ദ വൈഡ് റേഞ്ച് ഓഫ് സർവീസസ് ഓഫേർഡ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇൻഷുറൻസ്. കൂടാതെ ഇൻഷുറൻസ് പ്രോഡക്ട്സും അവിടെ അവൈലബിൾ ആയിരിക്കും. By entering into insurance sector, the concept of universal banking has been further broadened. So this is the concept of universal banking, and now let us see what are the advantages of universal banking. First one, economies of scale. Universal banking results in economic efficiency. That is, it results in lower costs, higher output and better products and സർവീസസ്. എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ കൂടുതൽ സർവീസുകൾ നൽകിക്കൊണ്ട് കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരിക. നെക്സ്റ്റ്, റിസോഴ്സ് യൂട്ടിലൈസേഷൻ. യൂണിവേഴ്സൽ ബാങ്ക്സ് യൂസ് ദെയർ ക്ലയൻസ് റിസോഴ്സസ് ആസ് പെർ ദ ക്ലയൻസ് എബിലിറ്റി ടു ടേക്ക് എ റിസ്ക്. ഇഫ് ദ ക്ലയൻസ് ഹാസ് എ ഹൈ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, then the universal bank will advise him to make risky investments and not safe investment. So കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ട് പ്രോഡക്ട്സ് നൽകുന്നു. ഇവിടെ ഫിനാൻഷ്യൽ സർവീസസ് നൽകുമ്പോൾ തന്നെ കസ്റ്റമേഴ്സിൻ്റെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി കൂടി മനസ്സിലാക്കിയിട്ടാണ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. Similarly, clients with a low risk-taking capacity are advised to make safe investment. They also do equity research. Equity research means ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഷെയർസ് സജസ്റ്റ് ചെയ്യും, അഡ്വൈസറി സർവീസ് നൽകും. സോ ദേ ക്യാൻ ഓൾസോ മാനേജ് ദെയർ ക്ലയൻസ് പോർട്ട്ഫോളിയോസ് പ്രോഫിറ്റബിളി. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, പ്രോഫിറ്റബിൾ ഡൈവേഴ്സിഫിക്കേഷൻ. യൂണിവേഴ്സൽ ബാങ്ക്സ് diversify their activities so they can use the same financial experts to provide different financial services. This saves cost for the universal bank. Even the day-to-day expenses will be saved because all financial services are provided under one roof, that is in the same office. So എല്ലാത്തരം സർവീസസും ഒരേ ഓഫീസിൽ അവൈലബിൾ ആകുന്നത് കാരണം കസ്റ്റമർ നീഡ്സ് ഏതാണെങ്കിലും അവിടെ സാറ്റിസ്ഫൈപ്പെടും. അവിടെ ചെല്ലുന്ന കസ്റ്റമേഴ്സിനെ വെറുതെ അയക്കേണ്ടി വരുന്നില്ല. ട്രഡീഷണൽ ബാങ്കിങ് ആണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആണെങ്കിൽ, ഇൻഷുറൻസ് സർവീസ് ആണെങ്കിൽ ഏത് തരം പ്രോഡക്റ്റും സെല് ചെയ്യാൻ സാധിക്കുന്നത് കാരണം കമ്പനി നല്ല രീതിയിൽ, അതായത് ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ആകുന്നു. Easy marketing. Universal banks can easily sell all their financial products and services through their many branches. They can ask their existing clients to buy their other products and services.
This requires less marketing efforts because of their well-established brand name. For example, ICICI may ask their existing bank account holders in all their branches to take house loans, insurance, to buy their mutual funds, etc. This is done very easily because they use one brand name, that is ICICI, for all their financial products and services. So financial products സെല്ല് ചെയ്യുന്ന പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നടക്കും. ദാറ്റ് ഈസ് ഈസി മാർക്കറ്റിംഗ്. എക്സാമ്പിൾ ICICI നൽകുന്ന സർവീസുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇറ്റ്സ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് യൂണിവേഴ്സൽ ബാങ്കിങ്. ലാസ്റ്റ് അഡ്വാൻറ്റേജ്, വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ്. യൂണിവേഴ്സൽ ബാങ്കിങ് offers all financial products and services under one roof. One-stop shopping saves a lot of time and transaction costs. It also increases the speed or flow of work. So one-stop shopping gives benefits to both banks and their clients. വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് ആണ് ലാസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതായത് ഒരേ ഓഫീസിനുള്ളിൽ തന്നെ നമുക്ക് എല്ലാത്തരം ബാങ്കിങ് പ്രോഡക്ട്സും സർവീസസും അവൈലബിൾ ആയിരുന്നു. അതിലൂടെ ബാങ്കും അതിൻ്റെ ക്ലയൻസിനും ഒരേപോലെ തന്നെ ബെനിഫിഷ്യലായി മാറുന്നു. ദിസ് ഈസ് ഓൾ അബൌട്ട് യൂണിവേഴ്സൽ ബാങ്കിങ്. താങ്ക് യു.